ആദ്യം എനിക്ക് ഒരു പൈസ വീണ് കിട്ടിയിട്ട് അത് ഞാൻ ഉടമസ്ഥന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടാം തവണയാണ് ഒരു വീട്ടിൽ നിന്ന് ഇതേപോലെ സാധനം തരുമ്പോ അവര് കുറിക്ക് വെച്ച പൈസ ഇപ്പൊ ഒരു നേരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ അവര് വീട്ടുകാർ വിളിക്കല. പിന്നെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. എന്തെല്ലോ ചീത്ത പറഞ്ഞതും കുറുക്കികളെന്നും ഒക്കെ വിളിച്ചവരെല്ലാം ഉണ്ടാകും. പക്ഷെ ഇപ്പൊ നമ്മളെ വിളിക്കുന്നത് ഭൂമിയുടെ മാലാഖമാർ എന്നാണ്. ആ അത്രത്തോളം നമ്മളെ എത്തിക്കാൻ കഴിഞ്ഞത് ഇവരെ നമ്മളെ ഹരിതകർമ്മസേനയിലെ സഹോദരിമാരും അമ്മമാരും നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ അതിന് 50 രൂപ കൊടുക്കുന്ന കാര്യത്തിൽ ഇന്നും വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ ജോലിക്കിടെ കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം യഥാർത്ഥ ഉടമസ്ഥന് തിരിച്ചു നൽകി നമുക്കൊക്കെ മാതൃകയാക്കി അഭിമാനവുമായി മാറിയ നമ്മുടെ സ്വന്തം കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ജോലിക്കിടയിൽ ഒരു സ്വർണ്ണാഭരണം വീണ് കിട്ടിയിരുന്നു. അപ്പോൾ അത് ITM കോളേജിലെ കുട്ടികളതാണെന്ന് നമ്മൾ വരുന്ന വഴി അവർ ഈ സ്വർണ്ണാഭരണം തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് ആ കുട്ടികളിങ്ങനെ നമ്മളോട് പറഞ്ഞു, നമ്മൾ ചോദിച്ചു അവരോട്, എന്നാ മക്കളെ നിങ്ങൾ അന്വേഷിക്കുന്ന ചോദിച്ചേരം ചേച്ചി ഒരു പാദസരം വീണിട്ടുണ്ട് നമ്മളത് പരിധി നടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് അവരെ കൂടെ തിരിയാൻ വേണ്ടി നടന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ പാദസരം വീണ് കിട്ടി. നമ്മൾ 3 പേരും ഒപ്പരം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഉടമസ്ഥനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തു. ആ സമയത്ത് നമ്മൾ 3 പേരാണ് ഉണ്ടായിരുന്നു, ഇവർ 2 ആളും ഞാനും. ആദ്യം എനിക്ക് ഒരു പൈസ വീണ് കിട്ടിയിട്ട് അത് ഞാൻ ഉടമസ്ഥന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടാം തവണയാണ് ഈ സ്വർണം പാദസരം തിരിച്ച് കിട്ടിയത്. എല്ലാവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് 3 പേർക്കും നല്ലൊരു അഭിനന്ദനത്തിന്റെ പ്രവാഹമായിരുന്നു. ഇന്ന് ചാനലുകാരും അവരേലും പ്രവാഹമാണ് ഇന്ന് വിളിക്കലും പറയലും കൊണ്ട് നമുക്കൊരു നല്ലൊരു സന്തോഷമാണ്. എൻ്റെ എല്ലാ ചങ്ങാതിമാരും എനിക്ക് നല്ല സപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയിട്ട്. ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ നമ്മൾ ചോദിച്ചു എന്നാ പറ്റിയ അന്നേരം പറഞ്ഞ് പാദസരം വീണെന്ന്. അപ്പോൾ നമ്മളും കൂടി പരിചയപ്പോൾ കിട്ടി. അപ്പോൾ കുട്ടിക്ക് സന്തോഷമായി. കുട്ടി നമ്മളെ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ക്ഷണിച്ച് നമ്മൾ വേണ്ട കുട്ടി നന്ദിയും പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ ഇപ്പം ചാനലുകാരെല്ലാം അന്ത്യോളം വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആ പാദസരം നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അത് ഇപ്പൊ തിരിച്ച് കിട്ടിയത് കൊണ്ട് ആ കുട്ടിക്ക് നല്ല ഇന്നത്തെ വിലക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തിരിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല. നമ്മളെ ഹരിതകർമ്മസേന അത്രയും സത്യസന്ധമായിട്ട് തിരിച്ചു നൽകിയിട്ടുണ്ട്. ഞാൻ ഹരിതകർമ്മസേനയിൽ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. പിന്നെ വന്നപ്പോൾ ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടാണ് ഓരോ വീടുകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേങ്കിൽ അതിനെക്കാട്ടി മുന്നേ ഉള്ളവർ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചത്. പോയി കഴിഞ്ഞാൽ ആ വീടുകളിൽ നിന്ന് തരാത്തൊരവസ്ഥ, ഒരു അവഗണിക്കുന്ന പോലുള്ള ഒരു രീതിയിലുള്ള സംസാരങ്ങൾ എല്ലാം ഇവരിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. നമ്മളെല്ലാം ഇപ്പം പുതിയ ആൾക്കാരാണ്. പഴയവരെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 രൂപയായാലും 5 രൂപയായാലും നമുക്ക് കളഞ്ഞു കിട്ടിയാൽ അത് ആ വീട്ടുടമസ്ഥനെ തിരിച്ചേൽപ്പിക്കലുണ്ട്. എൻ്റെ പേര് ഇന്ദിര. ഞാൻ ഹരിതകർമ്മസേനയിൽ വന്നിട്ട് 2019 ലാസ്റ്റോട് കൂടിയാണ് ഞാൻ വന്നിട്ടുണ്ടായിന്. അപ്പോൾ വന്നപാട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടുകളിൽ പോകുമ്പോൾ ആയാലും ഇവരെ ഹരിതകർമ്മസേനയുടെ അടുക്കുന്ന നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. വീടുകളിൽ പോകുമ്പോൾ ഒരുപാട് അപമാനങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു വീട്ടിൽ നിന്ന് ഇതേപോലെ സാധനം തരുമ്പോൾ അവർ കുറിക്ക് വെച്ച പൈസ 1000 രൂപ കാണാണ്ടായിട്ട് അവർ സഞ്ചിയിൽ കൊണ്ടിട്ടത് അവരറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് തരുമ്പം കിട്ടി, അത് വീട്ടുടമക്ക് തിരിച്ചു നൽകി. അതുപോലെ തന്നെ ഇന്ന് കിട്ടിയ ആഭരണം അതും വലിയ ഇതാണ് നമ്മളെ ഭാഗത്തുനിന്ന് നമ്മൾ തിരിച്ചു കൊടുത്ത ഒരു ഇതിലുണ്ടായിട്ടുള്ളത്. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പൈസയൊന്നും ഇപ്പം വലിയ സംഭവത്തിലേക്ക് വരെ നമുക്ക് കിട്ടിയിട്ട് നമ്മളത് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ 10 വർഷമായി നമ്മൾ ഈ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ 3 പേരേ ഇന്നുള്ളൂ, ബാക്കി എല്ലാവരും വിട്ടുപോയി. ഇപ്പം വന്നവർ പുതിയ ഓരോ കൊല്ലം ഓരോരാളിങ്ങനെ വരുന്നത്. നമ്മൾ 3 ആളാണ് മുമ്പേ ഉള്ളവരുള്ളത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ചവർ. വീടുകളിൽ പോയാൽ ചീത്ത കേട്ടതും. ഇന്നിപ്പം അങ്ങനെ ചീത്ത കേൾക്കുന്നൊന്നുമില്ല. ഇന്നിപ്പം നല്ല സപ്പോർട്ടുണ്ട്. കുറേ ആൾക്കാർ, എന്നാലും കുറേ ആൾ 2 മാസം കൂടുമ്പം പോകാനെല്ലാം പറയുന്നവരെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ കിട്ടിയ സാധനം തിരിച്ചു കൊടുത്തതിൽ എല്ലാവരും അഭിമാനിക്കുന്നു. ഞാൻ 10 വർഷമായി ഹരിതകർമ്മസേനയിൽ, തുടക്കത്തിലേ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബിൽഡിംഗ് ഉദ്ഘാടനം ആയ സമയത്ത് തന്നെ ഞാനും ശാന്തേച്ചും പിന്നെ ഒരു രമണേച്ചിയാണ്
മൂന്നാളാണ് നമ്മൾ ആദ്യമേ ഉള്ളവരുള്ളത്. പിന്നെ എല്ലാവരും ഓരോരോ വർഷം അങ്ങനെ അങ്ങനെ വന്ന ആൾക്കാരാണ്. പക്ഷെ ആദ്യം നമ്മൾ അനുഭവിച്ച പോലെയൊന്നും ഇപ്പോഴത്തെ ആരും അങ്ങനത്തെ ഒരു വിഷമം ഇല്ലാണ്ട് നമ്മളെ നല്ല രീതിയിൽ തന്നെ അവർ പോകുന്നു. എന്നാലും ചില ആൾക്കാർക്ക് ഉള്ളും പ്രശ്നം. ഇപ്പോൾ നമ്മളെ പണ്ടെല്ലാം നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മളെ വല്ലാതെ രീതിയിൽ അപമാനിച്ചിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു നേരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അവർ വീട്ടുകാർ വിളിക്കല, നിങ്ങൾ എന്താ വരാതെ എന്നുള്ള ഇതിലാണ് നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാ വീടുകളിലും പോയി എല്ലാം നല്ല സഹകരണം നമുക്ക് ഉണ്ട്. വെള്ളമായാലും ചായ ആയാലും എല്ലാം എല്ലാം നമുക്ക് തരുന്നുണ്ട്. പിന്നെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. എന്ത് കാര്യത്തിൽ എങ്ങനെ വിളിച്ചാലും പഞ്ചായത്ത് നമ്മളോടൊപ്പം തന്നെയുണ്ട്. ആരായാലും ഭരണസമിതിക്കാരായാലും പിന്നെ മറ്റുള്ള അവരായാലും എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പം നമുക്ക് അത്ര വലിയ പ്രയാസം ഇല്ല. ഞാൻ 8 വർഷം കഴിഞ്ഞ് 9ാമത്തെ വർഷമാണ്. ആദ്യമെല്ലാം നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. സാധനം എടുത്തിട്ട് ഭയങ്കര ചീത്തയെല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കരഞ്ഞിട്ട് പൈസ മേടിക്കാണ്ട് വന്ന അവസ്ഥ വരെ ഉണ്ട്. അവർ മേടിക്കലെടുത്തോ എന്ന് പറഞ്ഞിട്ട് ചാടി തന്ന അവസ്ഥ വരെ ഉണ്ട് പൈസ. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം എല്ലാവരും നല്ല സഹകരണമാണ്. നമ്മളെ കുടുംബം പോലെ നമ്മൾ പോകാഞ്ഞാൽ വിളിക്കുന്ന അവസ്ഥയാണ്. ഡേറ്റ് കഴിയുമ്പോൾ എന്താ വരാതെ എപ്പോൾ വരുവാന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാവില്ല, ആ സാധനം പുറത്ത് വെക്കണമെന്നെല്ലാം ചോദിച്ചിട്ട് വിളിക്കലാണ് ഇപ്പോൾ. എന്നാലും ചിലവരുണ്ട്. ഇന്നലെ മിഞ്ഞാന്ന് പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. അവരെപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ. 3-4 പ്രാവശ്യം നടത്തിക്ക് വന്നാലും തരൂല. 2 മാസം കൂടിയിട്ടാകുമ്പോൾ ഞാൻ തരൂലൂ. മെമ്പറോട് പറഞ്ഞിന്. നമ്മൾ പറഞ്ഞു മെമ്പറോട് പറഞ്ഞാൽ പോരാ, നിങ്ങൾ പഞ്ചായത്ത് പോയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റാത്ത കാരണം എന്നാന്ന് പഞ്ചായത്ത് പറയും, ആ വിവരം നമ്മളോടും പറയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുവായ്യ. പിന്നെ പഞ്ചായത്ത് നമുക്ക് എല്ലാ സഹായവും സപ്പോർട്ടും ഉണ്ട്. എൻ്റെ പേര് രജിത. ഞാൻ ഹൈദർ മസേനയിൽ വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. എനിക്ക് ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ബുദ്ധിമുട്ടൊക്കെ ഇനി മുന്നേ വന്നവരാന്ന് എല്ലാം അനുഭവിച്ച് തീർത്തു. അവർ ഈ റൂട്ട് ക്ലിയറാക്കി തന്നു. നമ്മൾ അതിൻ്റെ ബാക്ക് ഇങ്ങനെ പിന്തുടർന്ന് പോകുന്നത്. നമുക്ക് ബുദ്ധിമുട്ടെന്ന് അറിയാൻ ഒന്നുമില്ല. ഇപ്പോൾ എന്തെല്ലോ ചീത്ത പറഞ്ഞതും കുറുക്കികളെന്നും ഒക്കെ വിളിച്ചവരെല്ലാം ഉണ്ടാകും. പക്ഷെ ഇപ്പം നമ്മളെ വിളിക്കുന്നത് ഭൂമിയുടെ മാലാഖമാർ എന്നാണ്. അത്രത്തോളം നമ്മളെ എത്തിക്കാൻ കഴിഞ്ഞത് നമ്മളെ മുന്നിലുള്ള ഇവരുടെ കഠിനമായ പ്രയത്നം കൊണ്ട് തന്നെയാണ്. നമുക്ക് എല്ലാ റൂട്ടും ക്ലിയറാക്കി തന്നതിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് മാത്രം. ഇനി ഏതായാലും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവില്ല. ഇനി അങ്ങോട്ട് കഴിയുന്തോറും നല്ല പെരുമാറ്റവും ഇതും തന്നെയാണ് ഉണ്ടാവുക എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമുക്ക് ഓണത്തിന് ഉത്സവത്താന്ന് പറഞ്ഞിട്ട് ഇത്ര നാളും 1000 ഉറുപ്പ്യ കിട്ടി. ഈ കൊല്ലം 1250 തന്നെ ആയിട്ട് കൂട്ടി തന്നു. അങ്ങനെയല്ല ഇത് ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം നമുക്ക് പല നേട്ടങ്ങളും കൊയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും, ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? രേണുകേ നീരാഗരേണുക്കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങള അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ, മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഗന ഭംഗികൾ. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളാ ഒഴുകിയകലുന്നൊരൻ പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂക്കള നാം കടം കൊള്ളുന്നതിത്ര മാത്രം.
എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം, കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. നമ്മളെ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ യൂട്യൂബ് എല്ലാം വന്ന് നമ്മളെ എന്താ പറയുക വീഡിയോ പിടിച്ചതിലും എല്ലാം നമുക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇതുവരെ നമ്മൾക്ക് ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്നിട്ടുമില്ല. അങ്ങനെയല്ല, ഒരു യൂട്യൂബറോ ആരും വന്നിട്ട് നമ്മളോടൊന്നും ഇങ്ങനെ ഇതൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം നമുക്ക് വളരെ ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണിത്. അപ്പോൾ അത് നമുക്ക് നല്ല സന്തോഷമുണ്ട്.